ഇവിടെ വെച്ച് സംസാരമില്ല, സ്റ്റേഷനിൽ വിളിക്കും. നിങ്ങളെ അവരെ കൂടെ സ്റ്റേഷനിൽ വിളിക്കും. അപ്പം വിളിച്ചാ ഞാൻ അവിടെ ഉണ്ട്. പിന്നെ അവരുടെ കൂടെ നമ്മളെ അറിയിച്ചില്ലെങ്കിൽ ഞാൻ അവർ പറ്റിയില്ല. പഠിച്ച കളനാണ്. ഇപ്പൊ ഇതുകൊണ്ട് വിറ്റാലേ അവർക്ക് ഞാനാണെങ്കിൽ ഇതിനേക്കാളും വലിയ ദൈവൂർ സ്വാമി ഉണ്ടല്ലോ, ശർമ്മ സ്വാമി. 4 വർഷം സമരമായിരുന്നു. ഞാൻ പോലും പഠിക്കാൻ സമ്മതിച്ചില്ല. എല്ലാം തൊഴിലാളി എടുത്തു. എന്നിട്ട് കേസ് എടുത്തു. അവരെല്ലാം അവർ വെട്ടിയെടുത്തു. ചർച്ചയിൽ നമ്മളെ നമ്മളെ വിളിക്കാതെ അവര് വേറെ ആളുകളെ കണ്ട് അവര് വന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാനല്ലേ പ്രശ്നം വന്നത്. ചർച്ചയ്ക്ക് ഇന്നപ്പം പറഞ്ഞല്ല, ഇവിടെ നിന്ന് എന്തര മാറ്റിച്ചോണ്ടായിരുന്നു. ഇവിടെ എന്തൊരു മാറ്റിച്ചോണ്ട് തെളിവ് സഹിക്കാൻ നമ്മള് പറഞ്ഞില്ല, തെളിവ് സഹിതമായിട്ട്. അന്ന് ഇവിടെ ചർച്ചയ്ക്ക് ഇന്നപ്പം അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞത് ഇവന്മാർ ഇത്രയും വർഷം ഇവിടെ ഉണ്ടാക്കി, 3 വർഷം ഉണ്ടാക്കി. എന്നിട്ട് അവന്മാർ ഹിന്ദിക്കാരൻ അത് വരുമ്പോ ചെയ്യാലോ. ഞാനും ഇതേ കൂടി സംസാരിക്കാൻ പറഞ്ഞു. പൈസ വേണ്ടാത്തവർക്ക് നിങ്ങൾ ജോലി കൊടുക്കണം. അത് പറഞ്ഞപ്പോ അവര് അത് പറ്റില്ല. പിന്നെ അത് ജീവിതകാലം നല്ല പ്രായം മൊത്തം നാട്ടുകാർ വിചാരിച്ചാൽ ഇതിനകത്ത് ഒരു കാര്യമില്ല. യുവമാരെ ഒരു പരിപാടി അവരെ ഹിന്ദിക്കാരെ കൊണ്ടൊന്നും ഉണ്ടാക്കാം. ഉണ്ടായിരുന്നു, രതീഷ് മുരളി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ കള്ളിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ ശശിയുടെ ചോദിച്ചു, ശശിയുടെ നിങ്ങൾ അറിയാം, നിങ്ങൾ പോയാന്ന് ചോദിച്ചു. അതില്ല. അപ്പൊ നമ്മൾ വന്നെങ്കിലല്ലേ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റൂ, അല്ലാതെ നമുക്ക് പറയാൻ പറ്റും. അവര് രഹസ്യമായിട്ട് കൂടി രഹസ്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരു വില എന്തിനാണ് ഇവിടെ ഈ പഞ്ചായത്തിന്റെ മൊത്തം ഭാഗിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞപ്പോ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഉള്ളവർക്ക് പ്രധാന പണി. ഇവിടെ ഉള്ള ഈ പ്രദേശത്ത് നടക്കുന്ന ആർക്കെങ്കിലും കൊടുക്കാമല്ല. 5-10 പണി കൊടുത്തുകൂടെ? നമുക്കൊരു പണി തരണ്ട, സമ്മതിച്ചു. നമ്മളവർ പറഞ്ഞു വിട്ടു. ഇവിടെ ഉള്ളവർ കിടക്കല്ല, മറ്റേ അന്യരാജ്യത്ത് കിടക്കണമാരെ കൊണ്ടൊന്നും ഉണ്ടാക്കണം തന്നെ, അന്യസ്ഥാനത്ത് കിടക്കണമാരെ.